ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് അടിപൊളി ടോൾ കേക്കായ ടെൻഡർ കോക്കനട്ട് കേക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ടെൻഡർ കോക്കനട്ട് കേക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. അത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യുകയെന്ന് പറയാം. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ് കേട്ടോ. നമ്മൾ ആദ്യം ടോളായിട്ട് തന്നെ സ്പഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സ്പഞ്ച് നമ്മൾ 5 ലെയറായിട്ട് എടുത്തു. അതിലേക്ക് നമ്മൾ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇളനീരിൻ്റെ ഉള്ളിലെ വെള്ളം ഉണ്ടല്ലോ, ഇളനീർ വെള്ളം, അതിൽ നമ്മൾ 3 ടീസ്പൂൺ പഞ്ചസാരയും അതേപോലെ ഇളനീരും മിൽക്ക് മെയ്ഡും കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ വെച്ച് ക്രഷ് ചെയ്ത് അതിൻ്റെ ഒരു 2 ടീസ്പൂണും ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ വെള്ളത്തിൽ. അങ്ങനെ ഇതാണ് 2 ടീസ്പൂൺ നമ്മൾ ഇളനീർ വെള്ളത്തിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇതെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിൽക്ക് മെയ്ഡും നമ്മുടെ ഇളനീര്, അതായത് ഇളനീർ വെള്ളത്തിൻ്റെ ഉള്ളിലത്തെ തേങ്ങയുടെ ഉണ്ടല്ലോ, ഇളനീരുണ്ടല്ലോ, അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് നന്നായിട്ട് നമ്മുടെ ക്രീമിൽ നന്നായിട്ട് കലർത്തണം. നല്ല ടേസ്റ്റായിട്ടും പെർഫെക്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണിത് കേട്ടോ. എന്തായാലും ഞാൻ പറയുന്ന അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത് കറുവത്തൂർ ഭാഗത്തു നിന്നുള്ള ഒരു കസ്റ്റമറാണ് കേട്ടോ. അവർ തിരുവല്ലാമലയാണ് അവരുടെ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടിയുടെ വീട്. ആ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കേക്ക് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത് കേട്ടോ. അവരിവിടെ എത്താറാകുമ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ മേപ്പാടം സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പുതിയ കല്യാണ വീട്ടിലേക്ക് നമ്മൾ ഉറപ്പിച്ച വീട്ടിലേക്കല്ലേ കൊണ്ടുപോകണം. ആ കുട്ടി ഫാഹി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ടാണ് ഇവർ പോണത് ഈ കല്യാണം ഉറപ്പിച്ച വീട്ടിലേക്ക്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയായിരിക്കും നല്ല കേക്ക്, എത്രയും നല്ല കേക്ക് കൊണ്ടുപോകണം എന്നല്ലേ ആർക്കും ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ അവർക്ക് സംശയം ഉണ്ടായിരുന്നു, നല്ല കേക്കല്ലേ, നന്നായിരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയിട്ട് കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കൊണ്ടുപോയി. എന്നിട്ട് അവർ നന്നായി ഇഷ്ടപ്പെട്ടു, സൂപ്പർ കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ആദ്യമായിട്ടാണ് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങണത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഇഷ്ടമായി. ആദ്യം നമുക്ക് ആദ്യമായിട്ട് വാങ്ങുമ്പോൾ അതുപോലൊരു വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആർക്കും ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ അവർ ആദ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ അത്രയും ധൈര്യത്തിൽ തന്നെ ഞാൻ അവർക്ക് ധൈര്യം കൊടുത്തത് കേട്ടോ. നമുക്കറിയില്ലേ നമ്മുടെ കേക്കിനെ പറ്റിയിട്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് ടെൻഷനോ, കാരണം നമ്മൾ അത്രയും നല്ലതായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇളനീർ വെള്ളം നല്ലൊരു വലിയൊരു ഇളനീര് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഷെമി സെയിലിന് പോകുമ്പോൾ ഞാൻ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞതാണ്. അപ്പോൾ അവർ അടിപൊളി ഇളനീര് തന്നെയാണ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഈ ഇതിന് ഷുഗർ സിറപ്പൊന്നും ചേർക്കേണ്ടി വന്നില്ല. ചിലപ്പോൾ നമുക്ക് ചില ഇളനീര് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം കുറവാകും, കാമ്പൊക്കെയും കുറവാകും. അപ്പം നമുക്ക് അതിലേക്ക് പിന്നെ ഷുഗർ സിറപ്പും അതേപോലെ ചോക്ലേറ്റൊക്കെ ചേർക്കേണ്ടി വരും കേട്ടോ. അതൊന്നും വന്നില്ല. ഇതിൽ അത്യാവശ്യം നന്നായിട്ട് കാമ്പും ഉണ്ടായിരുന്നു, അതേപോലെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ കേക്കും വെറ്റ് ചെയ്യാൻ അത്രയും വെള്ളം ഉണ്ടായിരുന്നു അതിൽ. പിന്നെ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും നമ്മുടെ മിൽക്ക് മെയ്ഡും അതുപോലെ ഈ ഇളനീരുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ അത് ക്രഷ് ചെയ്ത് ആ പൾപ്പും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചേർത്തുമ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് വരിക കേട്ടോ. അതൊന്നും ചേർക്കാൻ മറക്കരുത്. നിങ്ങൾ എപ്പോഴും ഇളനീര് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി. വേറെ ഒരു റെസിപ്പി ഫോളോ ചെയ്യേണ്ട. ഇതേ റെസിപ്പി ഇതേപോലെ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് നല്ല അടിപൊളി കേക്കായിട്ട് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ഇളനീർ കേക്ക്, ടെൻഡർ കോക്കനട്ട് കേക്ക് ഓർഡർ തരുന്നവർക്കൊക്കെ നല്ല ഇഷ്ടമാവാറുണ്ട്. അവർ വീണ്ടും വീണ്ടും നമുക്ക് ഓർഡർ തരാറുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കണമെങ്കിൽ നമ്മൾ പിശുക്കൊന്നും കാണിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ മിൽക്ക് മെയ്ഡും അതേപോലെ നമ്മുടെ ഇളനീരും കൂടിയിട്ട് നന്നായി ക്രഷ് ചെയ്യാനാണ് പാടുള്ളൂ. അത് അരിഞ്ഞു പോകാനും പാടില്ല. മിക്സിയിൽ വിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക, അത്രേ പാടുള്ളൂ കേട്ടോ. അത് നന്നായി അരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ മാറും. അത് വേറൊരു ടേസ്റ്റാവും കേട്ടോ. നമുക്കിത് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടിയാൽ മാത്രമേ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടേസ്റ്റും കിട്ടുള്ളൂ കേട്ടോ. ഇത് ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഞാനത് വീഡിയോ എടുക്കുന്നത് കാരണം പെട്ടെന്ന് ഇപ്പുറത്താണ് ക്രീം വെച്ചത്, അപ്പുറത്താണ് ക്രീം വയ്ക്കേണ്ടത്. പക്ഷേ ജസ്റ്റ് ഇപ്പുറത്ത് വെച്ചത് കാരണം അത് എടുക്കുമ്പോൾ അതിൽ കുത്തച്ചിരുന്നിട്ട് ഞാൻ അപ്പുറത്തേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓക്കെ. പിന്നെ ഇളനീർ കേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഇളനീർ കേക്ക് ചെയ്യാൻ എനിക്കും പേടിയായിരുന്നു കേട്ടോ. അതായത് കേക്ക് ഉണ്ടാക്കിയ ഒരു 6 വർഷം മുമ്പ് നമ്മൾ പഠിച്ച് വന്ന അവസരത്തിലേക്ക് നമ്മൾ കേക്ക് ആദ്യമായിട്ട് നമുക്ക് ഇളനീർ കേക്കിൻ്റെ ഓർഡർ തന്നപ്പോൾ ഞാനിതിപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമോ, അത് എങ്ങനെയാണ് ചെയ്യുക, നമുക്ക് പഠിപ്പിച്ച് തന്ന അവിടെ ഒന്നും ടെൻഡർ കേക്കൊന്നും അവർ തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ കേക്കിൻ്റെ തന്നെ ഞാൻ പഠിച്ചിട്ട് അത് ഓരോരുത്തരും ചോദിച്ച് കേക്ക് ഉണ്ടാക്കുന്ന 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരാണ് എനിക്ക് ഈ കേക്കിൻ്റെ റെസിപ്പി പറഞ്ഞിരുന്നത് കേട്ടോ. അവരൊക്കെ ഹോട്ടലിലോ
അതേപോലെ ബേക്കറിയിലേക്കും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ടേസ്റ്റിൽ തന്നെ ഈ ടെൻഡർ കോക്കനട്ട് കേക്ക് ഒന്നിക്ക് ഉണ്ടാക്കാൻ അറിയാം. അവർക്ക് നല്ല ടേസ്റ്റിൽ തന്നെ അവരെനിക്ക് പറഞ്ഞതും ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. അവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ. പിന്നെ ഈ സ്പഞ്ച് ടോൾ കേക്കായിട്ട് ഒറ്റൊരു സ്പഞ്ചിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2 കേക്കായിട്ട് ഇത് ചെയ്തെടുത്താൽ മതി കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇത് ശീലമായതുകൊണ്ടാണ് ഞാൻ ഒറ്റൊരു സ്പഞ്ചിൽ തന്നെ ഈ 1.5 കിലോൻ്റെ കേക്കൊക്കെ ചെയ്യുന്നത്. ചിലവർ ഈ പറഞ്ഞ പോലെ ഉള്ളു വേവില്ലേ എന്നൊക്കെ ടെൻഷൻ ഉണ്ടാവും ചിലവർക്ക്. അതായത് ഒറ്റ സ്പഞ്ചിൽ ഇത്രയും പൊക്കമുള്ള കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിനി വേവാതിരിക്കുമോ എന്നൊക്കെ ടെൻഷനുള്ള ആൾക്കാർ ഒരിക്കലും അങ്ങനെ ഒറ്റയടിക്കുള്ള സ്പഞ്ചിൽ ചെയ്യാൻ പാടില്ല. അവർ 2 സ്പഞ്ചിൽ തന്നെ ചെയ്തോളൂ കേട്ടോ. എനിക്കിതിപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ചെയ്ത് വന്നപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ സ്പഞ്ച് കിട്ടുന്നുണ്ട്. എന്നാലും ടെൻഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ 2 സ്പഞ്ച്, എന്താ പറയുക, നമ്മൾ ഇത്രയും ചെയ്തിട്ട് ഉള്ളു വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാവില്ലേ. അതുകൊണ്ട് അതൊന്നും റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാനാണ് ഞാൻ പറയട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ നമ്മൾ ക്രീമും ടെക്സ്ചറൊക്കെ ഞാൻ പറയണത് അത് ഇതേപോലെ. പിന്നെ നമുക്ക് മോഡലാണെങ്കിലും ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം. മുകളിൽ ഞാൻ വെറുതെ ജസ്റ്റ് ക്രീം മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതിൽ ഇളനീരിൻ്റെ പൾപ്പോ അതേപോലെ ക്രഷ് ചെയ്തതോ യാതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ അടിപൊളിയായിട്ട് തന്നെ ഫില്ല് ചെയ്താൽ നമുക്ക് പുറത്തുള്ള കേക്കിൽ യാതൊന്നും ചെയ്യേണ്ട ഒരാവശ്യം വരുന്നില്ല. അത് അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ ടേസ്റ്റ്. പിന്നെ ഞാൻ കേക്കിൻ്റെ ഈ ഈ ചോട് ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് നന്നായിട്ട് ഷുഗർ ബോൾസ് ഉണ്ടല്ലോ അത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അത് കേക്ക് നമുക്കൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് ചെയ്ത് കൊടുക്കണം, നല്ലതാണ് കേട്ടോ. ഇതിലധികം വർക്കൊന്നും വരുന്നില്ല. ജസ്റ്റ് ഫ്ലവർ വെക്കുക, അതേപോലെ പേരെഴുതുക, അതേപോലെ അങ്ങനത്തെ കുഞ്ഞു വർക്കുകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പം ചോട്ടിൽ അധികം വർക്കുകളൊക്കെ ചെയ്യണേക്കാളും നല്ലത് നമ്മുടെ ഷുഗർ ബോൾസ് ഇങ്ങനെ ഇത് വെട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേക ഒരു ഭംഗി കിട്ടും നമുക്ക് കേട്ടോ. ഷുഗർ ബോൾസ് നല്ലോണം വേണം ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും അത് അടിയിലിങ്ങനെ പ്രത്യേകിച്ചൊരു വർക്കൊന്നും ഇല്ലാണ്ട് ഈ ഷുഗർ ബോൾസ് ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കേക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ട് നമ്മൾ ഈ കേക്കിൽ ക്രീമിൻ്റെ ഉള്ളിൽ നമ്മൾ പൾപ്പ് ചേർക്കുമല്ലോ, ആ ചേർക്കണത് കൊണ്ട് തന്നെ നമ്മൾ ക്രീമത്തിന് ഒരു ലേശം കട്ടിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. ലൂസ് പാടില്ല കേക്കിൻ്റെ ക്രീമിന്. ടെൻഡർ കോക്കനട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് എന്താ പറയുക ബീറ്റ് ചെയ്താൽ മതി. നല്ല ഇത്തിരി കട്ടിയായിട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മൾ ഇളനീർ പൾപ്പ് ഇട്ടിട്ട് അതിൽ എന്താ പറയുക കലർത്തുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇളനീർ കേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ നല്ല ഒരു 6 ഫ്ലവർ വെച്ച് കൊടുത്തു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേക്ക്. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടിക്ക്, ചെക്കൻ ഗൾഫിലാണ് കേട്ടോ. ചെക്കൻ ഇപ്പം നാട്ടിലില്ല, ഉമ്മയും പെങ്ങളാ തോന്നണു, അവരൊക്കെയാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയിരുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് കേക്ക് കൊടുക്കാൻ അവർ മേപ്പാട സെൻറ്ററിൽ വണ്ടി നിർത്തിയ സമയത്ത് ഞാൻ കൊടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു എന്നുള്ളൂ. കറക്റ്റായിട്ട് എനിക്ക് ആരാന്നറിയില്ല. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. ഈ കേക്ക് കണ്ടില്ലേ, അത് കാരണം തന്നെ ഒരു ലവൊക്കെയും കൊടുത്തിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗി കിട്ടി കേട്ടോ. നല്ലൊരു വൈബ് തന്നെയാണ് ഈ കേക്ക് കാണുമ്പോൾ. നല്ല ഇഷ്ടമായി അവർക്ക് കേട്ടോ. നമ്മൾ ഈ കേക്കിൽ ഈ ലവ് വെച്ചോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലും ഒക്കെ കൊണ്ടുപോകണ കേക്ക് കൊണ്ടുപോകുമ്പോൾ അത് വീണ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക തന്നെ വേണം. ക്രീമിലാണെങ്കിലും നല്ല ബലത്തിൽ തന്നെ ഇരിക്കണമല്ലോ, വണ്ടിയിലേക്കും കുത്തിക്കുലുമ്പോൾ അത് വീഴാതിരിക്കാൻ. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ പേരും എഴുതി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ കേക്കിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും ടെൻഡർ കോക്കനട്ട് കേക്ക് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ, നല്ല ടേസ്റ്റ് തന്നെയാണ്. ആദ്യമായിട്ട് ചെയ്യണവർ പ്രത്യേകം ക്രീമിൻ്റെ കാര്യത്തിലും അതേപോലെ ടെക്സ്ചറിൻ്റെ കാര്യത്തിലേക്ക് നല്ലോണം ശ്രദ്ധിക്കുക. അതുപോലെ സ്പഞ്ചാണെങ്കിലും ശരി കേട്ടോ, അത് നന്നായിട്ട് എന്താ പറയുക ഒറ്റൊരു സ്പഞ്ചിൽ തന്നെ ചെയ്യാൻ നിൽക്കണ്ട, 2 സ്പഞ്ചായിട്ട് ചെയ്തോളൂ. ഞാൻ വേറെയും കേക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെയും കഴിഞ്ഞിട്ട് ഇതൊക്കെയും ചെയ്തെടുത്തു. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല, ഇക്കപ്പോഴത്തേനും ഫോൺ കൊണ്ടുപോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും
നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ ഈ പറയൽ തന്നെ ഉള്ളൂ. നിങ്ങളാരും കമൻറ്റൊന്നും ഇടുന്നില്ല. എന്നാലും എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയണേ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെല്ലൈക്കണം അമർത്തണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.